കൊടകര കവർച്ചാ കേസിൽ പോലീസിന്റെ വാദങ്ങൾ തള്ളി ഇഡി. കുഴൽപ്പണം കടത്തിയിട്ടില്ല എന്നും കവർച്ച ചെയ്യപ്പെട്ടത് സ്രോതസ്സുള്ള പണമാണെന്നും ഇഡി വ്യക്തമാക്കുന്നു. പണത്തിന്റെ ഉറവിടം ധർമ്മരാജ് ഇഡിക്ക് മുന്നിൽ ഹാജരാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം എത്തിച്ചു എന്ന വാദവും തള്ളിയാണ് ഇഡി കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് ചേർന്നു. ജിജീഷ്, കുറ്റപത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? വീണ, ഇതുമായി ബന്ധപ്പെട്ട് കൊടകര കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വാദങ്ങളെ പൂർണ്ണമായും തന്നെ തള്ളുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകൾ. കാരണം പോലീസ് കെട്ടിച്ചമച്ചതും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി തട്ടിക്കൂട്ടിയതുമായി തന്നെയുള്ള ചില പ്രചാരണങ്ങളായിരുന്നു നടന്നത് എന്നുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. കാരണം അവിടെ കുഴൽപ്പണ ഇടപാടുകൾ നടന്നു എന്നത് തന്നെ അടിസ്ഥാനരഹിതമാണ്. കൊടകരയിൽ പണം കവർ ചെയ്യപ്പെടുകയായിരുന്നു. അതും വ്യക്തമായ സ്രോതസ്സുള്ള പണമാണ് ധർമ്മരാജ് എന്നയാൾ കൊണ്ടുവന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ 4 കോടിയോളം രൂപയാണ് കൊണ്ടുവന്നത്. ഇതിനെല്ലാം തന്നെ കൃത്യമായ സ്രോതസ്സും അതിന്റെ പണം എവിടെ നിന്ന് വന്നു, അതിന്റെ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം തന്നെ കണ്ടെത്താനും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ധർമ്മരാജ് എന്നയാളെ ചോദ്യം ചെയ്തപ്പോൾ അതിന്റെ വിവരങ്ങൾ, മൊഴികൾ പൂർണ്ണമായും രേഖപ്പെടുത്തിയ സമയത്തെല്ലാം തന്നെ പണത്തിന്റെ ഉറവിടം കൃത്യമായി തന്നെ ഹാജരാക്കാനും ധർമ്മരാജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കവർച്ചാ കേസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൊടകരയിൽ നടന്നിരിക്കുന്നത്. ഈ കേസിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് കവർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ, നേരിട്ട് ഈ കവർച്ച നടത്തിയ ആളുകൾ എന്നിവരെല്ലാം തന്നെയാണ് കൊടകരയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ഡ്രൈവർ ഷംജീറിന്റെ കൈവശം ധർമ്മരാജ് കൊടുത്തുവിട്ട 3,56,00,000 രൂപയാണ് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടതെന്നും പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ധർമ്മരാജ് ഹാജരാക്കിയെന്നുമാണ് ഇപ്പോൾ ഈ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസ് കണ്ടെത്തിയ കളവ് മുതലിന് പുറമെ, അതായത് ഈ നഷ്ടപ്പെട്ട പണത്തിന് പുറമെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുവകകളും കണ്ടുകെട്ടിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രചരണത്തിന് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കുഴൽപ്പണ ഇടപാട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള കുഴൽപ്പണമാണ് പിടികൂടിയത് എന്നൊരു വാദമായിരുന്നു. എന്നാൽ കൃത്യമായ സ്രോതസ്സുള്ള ഒരു പണം അതുമായി ഒരാൾ കൊണ്ടുവരുന്നു, മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പണം ഭൂമി വാങ്ങുന്നതിനായി കൊണ്ടുവരുന്ന പണമാണ്. അങ്ങനെ കൃത്യമായി തന്നെ നിയമാനുസൃതം കൊണ്ടുവന്ന പണം ഇത് മുൻകൂട്ടി അറിഞ്ഞ ചില ആളുകൾ കൊള്ളയടിക്കുന്നു. അതിന് പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായം കൂടി കൃത്യമായി ലഭിക്കുന്നു എന്നെല്ലാമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ശരി ജിജീഷ്.